നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ അർജൻറ്റീന ഇംഗ്ലണ്ട് പോരാട്ടം, സെമി ഫൈനൽ പോരാട്ടം ജൂലൈ 16 നടക്കും. അന്ന് പുലർച്ചെ 12:30 നടക്കുന്ന, ഇന്ത്യൻ സമയം 12:00 ആ മത്സരം നടക്കുക. പ്രധാനമായിട്ടും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം 60 വർഷത്തിന് ശേഷം ഇംഗ്ലണ്ടിന് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. 1966 ഒരേ ഒരു തവണ ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തുകയും ചാമ്പ്യന്മാരാവുകയും ചെയ്തത്. അന്ന് ബോബി മൂർ ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ. 4-2 ജർമ്മനിയെ ആ ഫൈനലിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച്, വിശ്വവിഖ്യാതമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് ഇംഗ്ലണ്ട് തോൽപ്പിക്കുന്നത്. എക്സ്ട്രാ ടൈമിലായിരുന്നു ആ 4-2. എക്സ്ട്രാ ടൈം കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ട് ജയിച്ചത് 4-2. അതിനുശേഷം ഒരിക്കൽ പോലും ഫൈനലിലെത്താനോ ചാമ്പ്യന്മാരാകാനോ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അവരുടെ ഏറ്റവും മികച്ച ലോകകപ്പിലെ പ്രകടനം എന്ന് പറയുന്നത് 1990-ലും 2018-ലും സെമി ഫൈനലിൽ എത്തിയതാണ്. ലോകകപ്പിൻ്റെ സെമി ഫൈനലുകളിൽ എത്തിയതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ 60 വർഷത്തിന് ശേഷം ഫൈനലിലേക്ക് എത്താൻ പറ്റുമോ? ഫൈനലിലെത്തിയാൽ ചാമ്പ്യന്മാരാകാൻ പറ്റുമോ ഇംഗ്ലണ്ടിന് എന്നുള്ളതാണ് ചോദ്യം. എതിരാളികൾ അർജൻറ്റീനയാണ്. നിലവിൽ ലോക ചാമ്പ്യന്മാരായ, നിലവിലെ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആയ അർജൻറ്റീനയാണ്. അർജൻറ്റീനയെ കീഴടക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ എക്കാലത്തെയും മികച്ച ടീമുകളൊന്നുമായിട്ടാണ് ഇംഗ്ലണ്ട് വന്നിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമും ഉൾപ്പെടുന്ന അതിഗംഭീരമായ മുന്നേറ്റ നിര, ബുക്കായോ സാക്കയും ഡക്കാൻ റൈസും ഒറൈലിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ടീം, ആ ടീം തീർച്ചയായിട്ടും വേൾഡ് ബീറ്റേഴ്സാണ്. ലോകത്തെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പൊട്ടൻഷ്യലുള്ള ഒരു ടീമുമായിട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് വന്നിട്ടുള്ളത്. ഈ ലോകകപ്പിൽ ഉജ്ജ്വല പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് അവർ സെമി വരെ എത്തിയിട്ടുള്ളത്. മെക്സിക്കോക്കെതിരായ 3-2 ജയം, കഴിഞ്ഞ കളിയിൽ ക്വാർട്ടർ ഫൈനലിൽ നോർവേക്കെതിരായ 2-1 ജയം, ഒക്കെ വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവർ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടങ്ങൾക്കുള്ള ടീം ഇംഗ്ലണ്ടിനുണ്ട് എന്നതിൽ സംശയിക്കേണ്ടതില്ല. ആ ടീമിന് ഫൈനലിലെത്താൻ പൊട്ടൻഷ്യലുള്ള ഒരു ടീം തന്നെയാണ്. പക്ഷേ അർജൻറ്റീനയാണ് എതിരാളികൾ. അർജൻറ്റീനയെ മറികടക്കാൻ ഇംഗ്ലണ്ടിന്, നിലവിൽ അർജൻറ്റീനയും തുടർച്ചയായ 3 മത്സരങ്ങൾ, ടഫസ്റ്റ് 3 മാച്ചസ് ആയിരുന്നു ഈ വേൾഡ് കപ്പിൽ. ഒന്ന് കേപ്പ് വെർദെക്കെതിരെ, മറ്റൊന്ന് ഈജിപ്തിനെതിരെ, അതും കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിനെതിരെ. ഈ 3 ടഫ് മാച്ചുകൾ കളിച്ചു വരുന്ന അർജൻറ്റീനയ്ക്ക് നല്ല മൊമെൻ്റമുണ്ട്, നല്ല ഫ്ലോ ഉണ്ട്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ നിരന്തരം നേരിട്ടുകൊണ്ടാണ് അവർ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അർജൻറ്റീനയെ മറികടക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ